ചൂട് കുറവുണ്ട്. ഈ മരുന്നൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. ഇത് കഴിച്ചു. നാളെ രാവിലത്തേക്ക് ഈ പനി ഓക്കെ. കിടന്നു. പിന്നെ രാത്രി ബാത്റൂമിലൊക്കെ പോകണ്ടെങ്കിലേ എന്നെ വിളിച്ചോളൂട്ടോ. പോകുന്ന വഴിക്ക് വല്ലതും തട്ടി നടന്നൊക്കെ വീണ് പിന്നെ ഒരാഴ്ചയും കൂടെ ഇതുപോലെ തന്നെ കിടക്കാം. സഖാവ് ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് വേണം എനിക്കിവിടെ നിന്നൊന്ന് പോവാൻ. ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ അന്നാമ്മച്ചേടത്തിയെ? ഔസേപ്പേട്ടാ, എന്റെ അമ്മച്ചി അവനാ കോലൂരിയത് എനിക്ക് ഉറപ്പാണ്. വേണ്ടടാ, ഇവനൊരു പാവമല്ലേ, നമുക്കിവനെ ട്രൈ ചെയ്യാം. അയ്യോ വേണ്ട പ്ലീസ്. അയ്യോ എന്നെ ചെയ്യല്ലേ പ്ലീസ്. നോക്കി വാ, വീഴല്ലേ കേട്ടോ. ഈ ഔസേപ്പേട്ടൻ ചേഞ്ച് പരാതി മാറി കിട്ടിയല്ലോ. ചേഞ്ചോട് ചേഞ്ചായി പോരെ. എടാ, അന്നാമ്മ പോയേ പിന്നെ എനിക്ക് എൻ്റെ പിറന്നാൾ ഓർമ്മയില്ല. അതാരും ആഘോഷിച്ചിട്ടുമില്ല. നിനക്കെങ്ങനെ എൻ്റെ പിറന്നാൾ ഇന്നാണെന്ന് മനസ്സിലായി? ഞാൻ വെറുതെ ഔസേപ്പേട്ടൻ്റെ ഡയറി ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ പിന്നെ ആരുമില്ലാത്ത വീട്ടിൽ സൗണ്ട് എഫക്ട്സും ബഹളമൊക്കെ ആയിട്ട് നോക്കണ്ട. ഞാൻ കാശൊന്നും മോഷിച്ചിട്ടില്ല. ഞങ്ങളെല്ലാം പിരിവിട്ടാണ് ഇതൊക്കെ സംഘടിപ്പിച്ചത്. എടാ, അതല്ല, ഇതുവരെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാ ജീവിച്ചത്. ഇതിനിടെ ഞാൻ എന്നെപ്പറ്റി ഓർത്തതേയില്ല. ആദ്യമായിട്ടാ എന്നെ ഒരാൾ ഓർക്കുന്നത്. നിനക്കൊരിക്കലും ഒരു കള്ളനാവാൻ കഴിയില്ല. നീ ആരാ? അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയ ഫ്ലാഷ് ബാക്ക് ഒന്നും ഇല്ല ഔസേപ്പേട്ട എനിക്ക്. അച്ഛനും അമ്മയുടെ ഒറ്റ മോൻ. പിന്നെന്തോ ഭാഗ്യമാണെന്ന് തോന്നുന്നു. ഞാൻ ജനിച്ച് 3 കൊല്ലം ആകും മുമ്പ് തന്നെ അമ്മ ക്യാൻസർ ആയിരുന്നു. അമ്മയെ ചികിത്സിച്ച കാരണം വീട് പണയത്തിലായി. പിന്നെ അച്ഛൻ എന്നെ പോലും ശ്രദ്ധിച്ചിട്ടില്ല. പഠിക്കാൻ വളരെ ബെസ്റ്റ് ആയതുകൊണ്ട് ഒരേ ക്ലാസ്സിൽ ഇങ്ങനെ 2-3 വർഷം ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ പഠിത്തം നിർത്തിക്കോളാൻ പറഞ്ഞു. പിന്നെ കുറേ കണ്ണി കണ്ട പണികളൊക്കെ എടുത്തു. കുറേ സ്ഥലങ്ങളിൽ പോയി. ഞാൻ നോർത്തിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛനെ കാണാനില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. അങ്ങനെ അച്ഛനെ അന്വേഷിച്ച് ഇവിടെ വന്നപ്പോഴാണ് പണയത്തിലായ വീട്ടിൽ നിന്ന് പലിശക്കാരച്ഛനെ ഇറക്കി വിട്ടതറിഞ്ഞത്. പിന്നെ അച്ഛനെ ഞാൻ കാണുന്ന ഒരു ഗതിയില്ലാതെ ഒരു അമ്പലനടയിലിരിക്കുന്ന
അത് കണ്ടപ്പോൾ സഹിച്ചില്ല. അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഈ ലോകത്ത് വേറെ ആരാളുള്ളത്? അപ്പോൾ പിന്നെ എനിക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന അച്ഛൻ ആ പഴയ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. പക്ഷേ വീട് തിരിച്ചു കിട്ടണമെങ്കിൽ 25 ലക്ഷം രൂപയാണ് പലിശക്കാർ ചോദിക്കുന്നത്. അത്രയും പണത്തിന് ഞാൻ എവിടെ പോകാനാ? അപ്പോഴാണ് ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഒരു നിധി കാക്കുന്ന ഭൂതമുണ്ടെന്ന്. ആ ഭൂതത്തിൻ്റെ നിധിയുടെ ഒരു പങ്ക് കട്ടെടുത്ത ആ ഭൂതം അറിയത്തില്ല അങ്ങനത്തെ ഒരു പൊട്ടൻ ഭൂതമെന്ന്. പക്ഷെ അവസാനം ശരിക്കും പൊട്ടനായത് ഞാനാണെന്ന് മാത്രം. ഏത് വൃത്തിയേറ്റവനാണ് നിന്റെ ചെവിയിൽ ഈ വേദം ഓതിയത്? അത് പറയടാ. രാരിച്ചൻ. എൻ്റെ ഔസേപ്പേട്ട സമ്മതിച്ചു. ഞാൻ ഒരുത്തന്നെ ഹരിയെ വീട്ടിലേക്ക് കയറ്റി വിട്ടത്. പിന്നെ അവൻ എന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ഇടയ്ക്കിടെ എത്തി നോക്കിയത്. അതിന് സ്ത്രീ പീഡനത്തിന് കേസും പോലീസിന്റെ ഇഷ്ടം പോലെ തല്ലും എനിക്ക് കിട്ടി. ഇനിയെങ്കിലും എന്നെ ഒന്ന് വെറുതെ വിടണം പ്ലീസ്. അത് ശരി, ഔസേപ്പേട്ടനെ സ്ത്രീ പീഡനക്കാരനെ വിളിച്ച് വീട്ടിൽ കയറ്റി. അതല്ല മോളെ, കഥ അങ്ങനെയല്ല. ഒക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. എനിക്കെപ്പോഴേ അറിയായിരുന്നു ഇയാൾക്ക് അതിനുള്ള ആംബിയർ ഒന്നും ഇല്ലെന്ന്. പിന്നെ ഞാൻ വെറുതെ മൂപ്പിച്ചതല്ലേ. മരമാക്കരുത്. ഔസേപ്പേട്ടന് ഇപ്പം എന്തിനാ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചത്? എടാ, എൻ്റെ വീട്ടിൽ പൂത്ത കാശുണ്ടെന്ന് വിചാരിച്ചല്ലേ നിങ്ങൾ ഈ തോന്നിയവാസമൊക്കെ ഒപ്പിച്ചത്? അത് പിന്നെ ഔസേപ്പേട്ടനല്ലേ ഈ നാട്ടിലെ അംബാനി. പോടാ, അതൊക്കെ നിന്റെ വെറും തോന്നല. ഞാനേ 1 രൂപ പോലും എൻ്റെ വീട്ടിലോ കയ്യിലോ വെക്കാറില്ല. കിട്ടുന്ന കാശൊക്കെ അപ്പം മക്കൾക്ക് അയച്ചു കൊടുക്കും. എനിക്കാണെങ്കിൽ ഓലമടൽ വിൽക്കുന്ന കാശ് മതിയല്ലോ ജീവിക്കാൻ. സത്യത്തിൽ ഞാൻ താമസിക്കുന്ന വീടും പറമ്പും വരെ പണ്ടേ എൻ്റെ മക്കൾക്ക് എഴുതി വെച്ചതാ. അങ്ങനെ നോക്കിയാൽ ഞാൻ നിങ്ങളെക്കാൾ ദരിദ്രന. ഔസേപ്പേട്ട കാശ് വല്ലതും വേണോ? പോടാ, ഇവൻ്റെ വീട് തിരിച്ചെടുക്കാനുള്ള കാശ് അത് ഞാൻ തരും. വേണ്ട ഏട്ടാ, ചെയ്തൊന്നും ശരിയല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നീ ഇനി ഇതൊന്നും ആവർത്തിക്കില്ലെന്ന് എനിക്കറിയാം. നിന്നെ മകനായി കാണാതിരുന്ന അച്ഛനോട് നീ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് വലിയ നന്മയാ. ഈ കാലത്ത് മിക്കവരും അങ്ങനെ ചെയ്യില്ല. അപ്പൊ നിന്നെ സഹായിക്കേണ്ടത് എൻ്റെ കടമയാ. ഒരു പക്ഷേ അതിന് നിമിത്തമാവാനാവും ദൈവം നമ്മളെ കൂട്ടിമുട്ടിച്ചത്. ദരിദ്രനായ ഔസേപ്പേട്ട ഞങ്ങൾ എങ്ങനെ കൂട്ടിമുട്ടിക്കും? ഓട് വിളിച്ചിറങ്ങാൻ പറ്റുന്ന വീട് വല്ലതും പരിചയത്തിലുണ്ടാ? ഉണ്ടെങ്കിൽ അത് പറ. ഞാൻ ചില നമ്പറുകൾ ഇറക്കാൻ പോകുന്നു. നീ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില കുസൃതികൾ. പക്ഷേ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ. നിന്നാ നമുക്കൊരു കരക്ക് കരക്കാം. Are you ready? ഹലോ 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 ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ്. ഹലോ ഹലോ എടാ, നമ്മുടെ അപ്പനെ ആരും തട്ടിക്കൊണ്ടുപോയെന്ന്. തട്ടിക്കൊണ്ട് ഡേസി, നമ്മുടെ അപ്പനെ ആരോ തട്ടിക്കൊണ്ടുപോയെന്ന്. നിങ്ങൾക്ക് കേട്ടപ്പോ തെറ്റിപ്പോയതായിരിക്കും. അപ്പൻ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായിരിക്കും. അതല്ലേ ഇനം. അല്ലെന്നേ. അതെ, നിങ്ങളുടെ ഇച്ഛായൻ ഇപ്പോഴേ ഓവറാ. അതെങ്ങനെയാ? മലയാളികൾ സ്വർഗത്തിൽ ചെന്നാലും ബിവറേജ് കോർപ്പറേഷന് ചീത്തപ്പേരുണ്ടാക്കുമല്ലോ. ഇച്ചായ, ഡേസി പറയുന്നത് ഇച്ചാൻ ഇപ്പൊ തന്നെ ഓവറാന്നാ. ചുമ്മാ ബിച്ചും പെയ്യൊന്നും പറയാതെ. ഐസ്. ഹലോ, ഇതാ നിന്റെ അപ്പനോട് സംസാരിക്കടാ. അപ്പനെ കുറെ മുഖംമൂടികൾ ചേർന്ന് തട്ടിക്കൊണ്ട് വന്നിരിക്കുക. നിങ്ങൾ 25 ലക്ഷം രൂപ കൊടുത്താലേ
എന്നെ വിടൂന്നാ ഇവന്മാര് പറയുന്നത്. ആ ഫോണിങ് തകളവാ. അപ്പാ. മിസ്റ്റർ ജോർജ് കുട്ടി, അതെ. മിസ്റ്റർ തോമസ് കുട്ടിയോട് പറഞ്ഞത് തന്നെ ഞങ്ങൾ നിങ്ങളോടും ആവർത്തിക്കുന്നു. ഇതെങ്ങാനും പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അപ്പൻ പിന്നെ ജീവനോടെ കാണില്ല. നിങ്ങൾ ഇന്ത്യയിലെത്തിയാൽ ഉടനെ ഞങ്ങൾ ബന്ധപ്പെടും. കാശ് എവിടെ, എപ്പോ, എങ്ങനെ എത്തിക്കണമെന്ന് അപ്പോ പറയാം. സാഹസത്തിന് മുതിർന്നാൽ അപ്പാ, എന്നെ തകല്ലേ. അയ്യോ, അപ്പനൊന്നും ചെയ്യല്ലേ. അയ്യോ. Rest in peace. ഔസേപ്പേട്ടൻ എനിക്ക് വേണ്ടി മക്കളെ പറ്റിക്കല്ലേ? ആര് പറ്റിക്കുന്നു? ഞാൻ ചില കുസൃതികൾ ഒപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ? എല്ലാം കലങ്ങി തെളിയുമ്പോ ഞാൻ അവരോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറയും. എനിക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്ന അവർ എന്നോട് ക്ഷമിക്കും. പാവങ്ങളാണ് എൻ്റെ മക്കൾ. ഔസേപ്പേട്ടിന് പണ്ടേ ക്രിമികടിയാ, അതിപ്പോ നിങ്ങൾക്കും പകർന്നല്ലോ, നന്നായി. എനിക്ക് സമ്മതം ഉണ്ടായിട്ടല്ല വിനീത, ഔസേപ്പേട്ടൻ നിർബന്ധിച്ചിട്ടാ. ഒരു കുഴപ്പമുണ്ടാവില്ല വിനീത, ഔസേപ്പേട്ടൻ എല്ലാം വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ. എനിക്ക് എത്രയോ കാലമായി ഔസേപ്പേട്ടിനെ അറിയാം. എന്തെങ്കിലും പാളിയ ഔസേപ്പേട്ടിന്റെ മക്കളും ഒന്നാവും. കാരണം അത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷെ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾ കുടുങ്ങും തട്ടിപ്പ് കേസിൽ. എനിക്ക് തോന്നുന്നത് അവസാനം ഒരാൾ കുടുങ്ങുമെന്നാണ്. ആര്? നീയൊക്കെ കൂടെ ചേർന്ന് എന്നെ കൊടുക്കും. എനിക്കാണെങ്കിൽ ഒരു കല്യാണം പോലും ആയിട്ടില്ല. വേണ്ട, വിട്. കല്യാണമൊക്കെ നമുക്ക് ശരിയാക്കാം. എവിടാ പെണ്ണ്? പറ. വണ്ടി തട്ടിട്ടില്ല. തട്ടാത്തതാണ് തനിക്ക് കുഴപ്പം. ഇവനെ ഇന്ന് ഞാൻ എന്തായാലും മാസാവസാനമല്ലേ, ഒന്ന് വരട്ടി നോക്കാം. കിട്ടിയ 50-50. ഒരു 210. ആരുടെ അമ്മൂമ്മയ്ക്ക് വായുകുളി മേടിക്കാൻ പോവാടാ? ഇങ്ങോട്ടാ. ഇപ്പൊ വരാവേ. നിനക്ക് സ്പീഡ് ലിമിറ്റ് അറിയില്ലടാ. ഓവർ സ്പീഡിൽ പോകുന്ന ഒറ്റ ഒരുത്തനെ വെറുതെ വിടലാണ് ഞങ്ങളുടെ സാറ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സാറിനെ അറിയാലോ, ഫേസ്ബുക്കിൽ ഒരുപാട് ലൈക്കുള്ള സാറല്ലേ? അപ്പൊ അറിയല്ലേ? എടാ, എല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണോടാ സ്പീഡിൽ പോകുന്നതാ. സാർ, ഞങ്ങളിവിടെ അടുത്തുള്ള നീലങ്കാവിൽ ജോസഫ് കുര്യന്റെ മക്കളാ. സ്റ്റേറ്റ്സിൽ നിന്ന് നേരെ വരുന്ന വഴിയാ. ഡ്രൈവർ ഇത്തിരി സ്പീഡിലായിരുന്നു. ശരിയാ. എനിവേ, സോറി ഫോർ ദ ട്രബിൾ. ജോസഫ് കുര്യനോ? ആ, ഔസേപ്പേട്ടന്റെ. നമ്മുടെ എൻകെ ഭൂതത്തിന്റെ അല്ല, ഔസേപ്പേട്ടന്റെ മക്കളാണല്ലേ? ഞങ്ങള് ഭയങ്കര ഗഡിയല്ലേ? നേരത്തെ പറയണ്ടേ? ഞാൻ വെറുതെ വരട്ടില്ലായിരുന്നല്ലോ. ഹലോ, ഞങ്ങളങ്ങനെ വരണ്ടിട്ടൊന്നുമില്ല, വരളോ ഇല്ല. ആണോ? മേഡമായിരിക്കും ആദ്യം അമേരിക്കക്ക് പോയത്. അത് കഴിഞ്ഞ് ഈ സാറിനെ കെട്ടിയെടുത്തോണ്ട് പോയതായിരിക്കും അല്ലേ? അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലായി? പോലീസുകാരനാണെങ്കിലും ആനയും പാപ്പാനെയും കണ്ട എനിക്ക് തിരിച്ചറിയാം. അതിരിക്കട്ടെ, ഔസേപ്പേട്ടനെ കുറെ ദിവസമായില്ലോ പുറത്തു കണ്ടിട്ട്. ചിലപ്പോ നിങ്ങൾ വരുന്നതിന്റെ സെലിബ്രേഷൻ തയ്യാറെടുപ്പിലായിരിക്കും. അപ്പൊ ഞങ്ങള് സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ ഞങ്ങളും വന്നേനെ. പക്ഷെ അവിടെ ചെന്നാ ഔസേപ്പേട്ടനോ ഡ്രിങ്ക് കുടിക്കാൻ തരും. എന്റെ അമ്മോ, അതെങ്ങാനും കുടിച്ച ഭയങ്കര റിസ്കാ. എന്നാ പോട്ടെ. താൻ ഭയങ്കര ഓവർ സ്പീഡായിരുന്നു. തനിക്ക് എന്താ ഡ്രൈവ് ചെയ്ത് പരിചയമില്ലേ? അല്ല, ഇന്നലെ വരെ ഞാൻ ഒരു ടിപ്പർ ലോറി ഓടിച്ചോണ്ടിരുന്ന അതിന്റെ ഒരു ഹാങ് ഓവർ ആണ് മാഡം. താനൊന്ന് വണ്ടി എടുക്കണോ? സാറ് ചോദിക്കാൻ വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. തലയ്ക്ക് സുഖമില്ലാത്തവൻ എന്തിനു തുറന്നു വിട്ടിരിക്കുന്നല്ലേ? ഈ ഇടയ്ക്ക് ഒരു അല്പം കുറവുണ്ട് സാർ. പിന്നെ ഒന്ന് വെയിൽ ഒളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് സാർ. അവനെ വെയിൽ വിളിക്കുന്നവിടെ നിൽക്കട്ടെ. ആ പെങ്കൊച്ച് പരാതി പിൻവലിച്ചെങ്കിലും നിന്റെ മറ്റേ ഭ്രാന്ത് മുഴുവനായിട്ട് മാറി ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പൊ എവിടെയാണ് നിന്റെ ഒളിഞ്ഞോട്ടം?
അയ്യോ സാർ ഞാൻ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് പീഡിപ്പിച്ചു എന്ന് കേസ് കൊടുക്കുന്ന പെണ്ണുങ്ങളുടെ നാടാണിത്. നമ്മളെന്തിനാണ് വെറുതെ യൂട്യൂബിലൊക്കെ കാണുന്നത്? നിർത്തിയാ നിനക്ക് കൊള്ളാം. നിർത്തി. അധികം പേരുള്ള വീട്ടിലേക്കല്ലേ ഔസേപ്പേട്ട മക്കൾ അമേരിക്കയിൽ വന്നിരിക്കുന്നു. മാമൻ ഇപ്പൊ കണ്ടു വരിക. ഇന്ന് രാത്രിയോടെ കുത്തി പറിച്ചില്ല വണ്ടിയാണ്. നല്ല സ്ട്രഗിൾ കിടന്ന ലക്ഷണമുണ്ട്. അതാ ഡേസി സ്റ്റേറ്റ്സിൽ വെച്ചേ പറഞ്ഞ് ഇമീഡിയറ്റ് ആയിട്ട് പോലീസിൽ ഇൻഫോം ചെയ്യാൻ. അപ്പോഴല്ലേ ഈ ചേട്ടായിയുടെ ഓരോരോ ന്യായങ്ങള്. ആ നമ്മളിപ്പോ എന്ത് ചെയ്യും ചേട്ടായി? ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്ക്. അപ്പനെ വിട്ടുകിട്ടാൻ അവർ ആവശ്യപ്പെടുന്നത് 25 lakhs ആണ്. അങ്ങനെ അപ്പനെ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ 12.5 lakhs വെച്ച് ഷെയർ ചെയ്യേണ്ടി വരും. സി ജോർജി, അതത്ര ചില്ലറ എമൗണ്ട് അല്ല. 12.5 lakhs ഇന്ത്യൻ റുപ്പി എന്ന് പറയുമ്പം അതേതാണ് $21,000. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. ചേട്ടായി, ടു ബി വെരി ഫ്രാങ്ക്, എൻ്റെ കമ്പനി ഡീപ്പ് ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. ഡേസിക്ക് നേഴ്സ് പണി ഹോസ്പിറ്റലൊക്കെ മടുത്തു. ഞങ്ങൾ മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ ഇത്രയും വലിയൊരു എമൗണ്ട് ഞങ്ങൾക്ക് റേസ് ചെയ്യാൻ പറ്റില്ല. ഫിനാൻഷ്യൽ ക്രൈസിസ് എനിക്കില്ലെന്നാണോ നീ കരുതിയത്? ഐ ആം ഫേസിങ് എ ഡിവോഴ്സ്. ഒരു ഡിവോഴ്സ് കേസിന് അവിടെ കൊടുക്കേണ്ട കോമ്പൻസേഷൻ എത്രയെന്ന് നിനക്കറിയാലോ. പോരാത്തതിന് എൽഡർ സണ്ണിന് ഹയർ സ്റ്റഡീസിന് ലണ്ടനിൽ തന്നെ പോകണമെന്ന് വാശി. അതിൻ്റെ എക്സ്പെൻസസ് വേറെ. ഇതിനൊക്കെ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ എം സെയിങ് വി മസ്റ്റ് ട്രൈ അവർ ബെസ്റ്റ് ടു സേവ് അവർ ഡാഡ്. അല്ലാതെ പോലീസിന്റെ പിന്നാലെ പോയിട്ട് അപ്പന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ വെറുതെ വിടില്ല. എടാ, ഇപ്പോഴും അപ്പൻ നമുക്ക് വേണ്ടിയാ ജീവിക്കുന്നോന്ന് ഓർമ്മ വേണം. നമ്മൾ അപ്പനെ സേവ് ചെയ്യാൻ ഇത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്തെന്ന് വെക്കുക. എന്നിട്ടും കിഡ്നാപ്പേഴ്സ് നമ്മളെ ചീറ്റ് ചെയ്താലോ? അപ്പനെ അവരെ അപകടപ്പെടുത്തിയാലോ? അത്രയും പണം നഷ്ടം. മാത്രമല്ല, നമ്മളിനി അപ്പനെ സേവ് ചെയ്താൽ തന്നെ എത്ര കാലം കൂടി അപ്പൻ ജീവിച്ചിരിക്കുന്ന ചേട്ടായിട്ട് വിചാരം. അപ്പൻ ഇപ്പൊ തന്നെ പ്രായം 70 കടന്നില്ലേ? കൂടി വന്നാൽ കുറച്ച് കൊല്ലം കൂടെ. അതാ ഞാൻ പറയുന്നത്, ഡേസി പറയുന്ന പോലെ നമുക്കൊന്നുകൂടെ പ്രാക്ടിക്കലായിട്ട് ആലോചിക്കാം. അപ്പൻ നമുക്ക് വേണ്ടി ജീവിച്ചു എന്നതൊക്കെ ശരിയാ. പക്ഷെ എനിക്കോ ഈ പറയുന്ന ചേട്ടായിക്കോ ഇനി അപ്പന് വേണ്ടി ജീവിക്കാൻ പറ്റുമോ? സോ ഇറ്റ്സ് എ റിയാലിറ്റി. അപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. സംഭവിക്കാനുള്ള സംഭവിക്കട്ടെ. നമുക്ക് പോലീസിനെ സമീപിക്കാം. ചേട്ടായി സെന്റിമെന്റ്സ് വിട്. അതെ, നമ്മൾ സേഫ് ആവാൻ നോക്കാം. ബാക്കി അപ്പന്റെ വിധിയെന്നും പറഞ്ഞ് സമാധാനിക്കാം. എന്നാലും ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. ഈ ചേട്ടായി എല്ലാരും പറയുന്നത് ശരിയാ. അപ്പോ ഞാൻ നിധി കാക്കുന്ന വെറും ഒരു ഭൂതമാ.